ലോകത്തെ അമ്പരപ്പിച്ച 41 രാജ്യങ്ങൾക്ക് വിസ സസ്പെൻഡ് ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർണായകമായ നീക്കം. മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ അമേരിക്കൻ ചികിത്സാ യാത്രയ്ക്ക് തന്നെ കടക്കൽ പൂട്ടിടുന്ന ചില നീക്കവും വന്നേക്കും. അതായത്, അമേരിക്കൻ വിരുദ്ധാശയക്കാരായ വ്യക്തികൾക്കും ലോകത്തെ സംഘടനകൾക്കും നേതാക്കൾക്കും അമേരിക്കയിലേക്ക് വിസ നിഷേധിക്കാൻ ട്രംപ് തീരുമാനമെടുക്കുകയാണ്. അമേരിക്കയുടെ മണ്ണിലേക്ക് അമേരിക്കയെ വെറുക്കുകയും തകരണമെന്ന് ചിന്തിക്കുന്നവരും ഇനി കാല് കുത്തണ്ട എന്ന് തന്നെയാണ് ട്രംപിന്റെ നിലപാട്. ലോകത്തിലെ കടുത്ത അമേരിക്കൻ വിരുദ്ധരും ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെട്ടതും ഭീകര സംഘടനകളാൽ നിറഞ്ഞതുമൊക്കെയായ 41 രാജ്യങ്ങളിലെ ഒരാളും ഇനി അമേരിക്ക എന്ന മണ്ണ് കാണില്ല. ഈ 41 രാജ്യങ്ങളിലേക്ക് അമേരിക്കക്കാരും പോകുന്നതിന് നിയന്ത്രണം വരും. 7 ഭൂരിപക്ഷ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ടേമിൽ വിലക്കുണ്ടായിരുന്നു. രണ്ടാം ടേമിൽ വിസയും മറ്റും വിലക്കുന്നതിൽ കൂടുതൽ മുസ്ലിം രാജ്യങ്ങളാണുള്ളത്. തുടക്കത്തിൽ ട്രംപിന്റെ വിസ സസ്പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 10 രാജ്യങ്ങൾ. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, സിറിയ, ക്യൂബ, ഉത്തര കൊറിയ എന്നിവ ഉൾപ്പെടെ 10 രാജ്യങ്ങളുടെ ആദ്യ ഗ്രൂപ്പിൽ പൂർണ്ണ വിസ സസ്പെൻഷൻ ഉണ്ടാകും. രണ്ടാമത്തെ ഗ്രൂപ്പിൽ എറിട്രിയ, ഹെയ്സി, ലാവോസ്, മ്യാൻമാർ, ദക്ഷിണ സുഡാൻ എന്നിവ ഉൾപ്പെടെ 5 രാജ്യങ്ങൾക്ക് വിസ സസ്പെൻഡ് ചെയ്യും. മൂന്നാമത്തെ ഗ്രൂപ്പിൽ പാകിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമാർ എന്നിവ ഉൾപ്പെടെ ആകെ 26 രാജ്യങ്ങൾ ഉണ്ടാകും. ടൂറിസ്റ്റ് വിസ, ജോലിക്കായുള്ള വിസ, സ്റ്റുഡന്റ് വിസ, ചികിത്സാ വിസ എന്നിവ ഒന്നും ഇത്തരം രാജ്യങ്ങൾക്ക് അമേരിക്കയിലേക്ക് കിട്ടില്ല. പേര് വെളിപ്പെടുത്താതിരിക്കാനുള്ള നിബന്ധനയോടെ സംസാരിച്ച ഒരു US ഉദ്യോഗസ്ഥൻ പട്ടികയിൽ മാറ്റങ്ങൾ ഉണ്ടാകാമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അന്തിമ പട്ടികയിൽ ഒപ്പിട്ടിട്ടില്ല എന്നും അറിയിച്ചു. 2023 ഒക്ടോബറിൽ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം തന്റെ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. ഗാസ മുനമ്പ്, ലിബിയ, സൊമാലിയ, സിറിയ, യമൻ എന്നിവിടങ്ങളിൽ നിന്നും നമ്മുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായ മറ്റെവിടെ നിന്നും ആളുകളെ നിയന്ത്രിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു. 2018 സുപ്രീം കോടതി ഇത് ശരിവെക്കുന്നതിന് മുൻപ് നിരവധി തവണ ആവർത്തിച്ച നയമാണിത്. എന്നാൽ രാജ്യങ്ങളുടെ പട്ടികയെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് ആദ്യം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ദേശീയ സുരക്ഷാ ഭീഷണികൾ കണ്ടെത്തുന്നതിന് US-ലേക്ക് പ്രവേശനം തേടുന്ന ഏതൊരു വിദേശിയുടെയും സുരക്ഷാ പരിശോധന ശക്തമാക്കണമെന്ന് ജനുവരി 20-ന് ട്രംപ് ഉത്തരവ് ഇറക്കിയിരുന്നു. പരിശോധനകൾ വളരെ കുറവായതിനാൽ യാത്ര ഭാഗികമോ പൂർണ്ണമായോ നിർത്തിവെക്കേണ്ട രാജ്യങ്ങളുടെ പട്ടിക മാർച്ച് 21-നകം സമർപ്പിക്കാൻ നിരവധി ക്യാബിനറ്റ് അംഗങ്ങളോട് ആ ഉത്തരവിൽ നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ തുടർച്ചയാണ് പുതിയ നീക്കങ്ങൾ. പാകിസ്ഥാന് വിസയും മറ്റും നിരോധിച്ച് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് ഇന്ത്യക്ക് നേട്ടമാകും. ട്രംപിന്റെ നിർദ്ദേശം അദ്ദേഹത്തിന്റെ രണ്ടാം ടേമിന്റെ തുടക്കത്തിൽ അദ്ദേഹം ആരംഭിച്ച ഒരു കുടിയേറ്റ നിയന്ത്രണത്തിന്റെ ഭാഗമാണ്. ഗാസ മുനമ്പ്, ലിബിയ, സൊമാലിയ, സിറിയ, യമൻ എന്നിവിടങ്ങളിൽ നിന്നും അമേരിക്കൻ ജനതയ്ക്ക് ഭീഷണിയായ ആളുകൾ അമേരിക്കയിൽ എത്തുന്നത് കർശനമായി തടയും. അമേരിക്കയ്ക്ക് ഭീഷണിയായവർ ആരും വരണ്ട എന്നും അത്തരക്കാർക്ക് വിസ നൽകില്ല എന്നുമുള്ള കടുത്ത നിലപാടിലാണ് ട്രംപ്. ഇതിനിടെ ഹമാസിനെ അനുകൂലിച്ച് മുദ്രാവാക്യം മുഴക്കിയതിന് വിസ റദ്ദാക്കി ഡിപ്പോർട്ട് ചെയ്ത രഞ്ജിനി ശ്രീനിവാസൻ ഇന്ത്യയിൽ തിരിച്ചെത്തി. സൈനിക വിമാനത്തിൽ ചങ്ങലക്കിട്ട് വരുന്നത് ഒഴിവാക്കാൻ സ്വന്തം നിലയിൽ ഡിപ്പോർട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു രഞ്ജിനി ശ്രീനിവാസൻ. അമേരിക്കയിൽ സ്റ്റുഡന്റ് വിസയ്ക്ക് പഠിക്കാൻ ചെന്ന ഇവർ ഹമാസ് അനുകൂല പ്രകടനത്തിൽ പങ്കെടുക്കുകയായിരുന്നു. തുടർന്നായിരുന്നു ഇവരെ വിസ റദ്ദാക്കി തിരികെ കയറ്റിവിട്ടത്. രഞ്ജിനി ശ്രീനിവാസൻ പെട്ടിയും മറ്റുമെടുത്ത അമേരിക്ക വിമാനത്താവളത്തിലൂടെ ഓടുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.